സുപ്രഭാതം. ഇന്നും കാലാവസ്ഥ നല്ല തണുപ്പുള്ള അവസ്ഥയിൽ എല്ലായിടത്തും മഴയുണ്ട്, അല്ലെങ്കിൽ രാത്രി മഴ പെയ്തു. നല്ല കുളിർമയോടെ ഇരിക്കുന്ന ഈ പ്രഭാതത്തിൽ നമ്മളുടെ വി ബെസ്റ്റിന്റെ ആർട്സ് ഡേ ആണ്. പ്രത്യേകം 17th ബാച്ച് അവരുടെ കംപ്ലീഷൻ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ആർട്സ് ഡേയും കൂടിയാണ്. അപ്പൊ എല്ലാവരും സ്നേഹപൂർവ്വം ക്ഷണിക്കണം. ഇന്ന് വി ബെസ്റ്റ് ഡേ 1081 ദിനം. നാളെ സെപ്റ്റംബർ 1 നമ്മളുടെ പുതിയ ബാച്ച് ആരംഭിക്കുന്നു. ഇനിയും നാളത്തെ സെഷൻ പബ്ലിക്കായിട്ട് നമുക്ക് കുറച്ച് പേരെ കൂടി ആഡ് ചെയ്യാം. അത് ഡെമോ പോലെയാണ്. ആദ്യത്തെ സെഷൻ കേട്ടതിന് ശേഷം അവർക്ക് വീണ്ടും താല്പര്യമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഒരു ഡേ ആക്കിയാണ് 1-ാം തീയതി 18th ബാച്ചിന്റെ ആദ്യ ഡേ നമ്മൾ പോകുന്നത്. ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിനത്തിന്റെ എല്ലാ നന്മകളും സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിച്ചുകൊണ്ട് നമുക്ക് ആർട്സ് ഡേ ആരംഭിക്കാം. നമുക്ക് നേരെ ആർട്സിന്റെ കൺവീനർ, ദി ബെസ്റ്റിന്റെ ആർട്സിന്റെ നായകൻ ജോസഫ് ജോൺ സാറിലേക്ക് പോകാം. ഓവർ ടു യു, ജോസഫ് ജോൺ സാർ. വി ബെസ്റ്റിന്റെ ഗുരുനാഥൻ വൈദ്യു സാർ ഉൾപ്പെടെയുള്ള എല്ലാ ഹൃദയബന്ധുക്കൾക്കും സുപ്രഭാതം. ഈ പ്രപഞ്ചം സംഗീത സാന്ദ്രമാണ്. ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ കലയുടെ ആവിഷ്കാരങ്ങൾ മാത്രമാണ് നമുക്ക് കാണിച്ചത്. ഒരു പൂ വിടരുമ്പോൾ പോലും, ഒരു പൂ വിരിയുമ്പോൾ പോലും സംഗീതവും സൗന്ദര്യമുണ്ട്. അങ്ങനെ ചുറ്റുമുള്ള സൗന്ദര്യത്തെ കാണുവാനും ആസ്വദിക്കുവാനും വി ബെസ്റ്റിന് സാധിക്കും. ഉള്ളിലെ സമ്പത്ത് വളർത്തുവാൻ, അത് സമ്പത്താണെന്ന് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ടാണ് ഓരോ ശനിയാഴ്ചയും കലയ്ക്കും സാഹിത്യത്തിനുമായി നാം മാറ്റിവെച്ചിരിക്കുന്നത്. ജീവിതാഭിലാഷങ്ങളെ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് അവ സാക്ഷാത്കരിക്കാനുള്ള യാത്രയിലാണ് നാം. അപ്പോൾ സംഗീതത്തെയും കലയെയും നാം ചേർത്ത് പിടിക്കണം. കാതിൽ തേൻ മഴയാൽ പടുകാറ്റേ കടലേ, കടൽ കാറ്റിൻ മുത്തങ്ങളിൽ കരൽ കുളിർത്താരോ, മധുരമായി പാടും മണിശങ്കുകളായി. കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. കാറ്റിലും കടലിലും എല്ലായിടത്തും സംഗീതമുണ്ട്, കലയുണ്ട്, അല്ലേ? കലയുടെ മുത്തുകൾ നമുക്ക് പെറുക്കിയെടുക്കാം, അതിനെ താലോലിക്കാം, മറ്റുള്ളവർക്കായി സമ്മാനിക്കാം. ഇന്ന് ഗ്രൂപ്പ് 3 അംഗങ്ങളാണ് നമ്മുടെ മുന്നിൽ കലാവിരുന്നൊരുക്കുന്നത്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം, ആസ്വദിക്കാം, അതുപോലെ പ്രോത്സാഹനവും നൽകാം. അതിനായിട്ട് ഗ്രൂപ്പ് 3യുടെ ലീഡറെ ഞാൻ ക്ഷണിക്കുകയാണ്. ഓവർ ടു. താങ്ക് യു സർ. ഗീത പണ്ഡിറ്റ്. ഓക്കെ, താങ്ക് യു. ആദ്യമായി നമുക്കൊരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. സൂര്യചന്ദ്രനും താരകങ്ങളും ഭൂമിയും ജീവജാലവും അഗ്നിയും പ്രാണവായുവും ജലനീരദങ്ങളുമൊക്കെയും നിർമ്മിച്ച വിശ്വശില്പി നിൻ മുന്നിൽ കൈവണങ്ങുന്നു സാദരം. നിൻ കൃപാവരം ഞങ്ങളിൽ സദാ തൂകണം സർവനായക. പൂവിന്നു തേനും വർണ്ണരാജിയും സൗരഭവും പകർന്നതും പൂങ്കുയിലിന്റെ കണ്ഠനാളത്തിൽ
പുതുനാദം കോരി നിറച്ചതും നീയല്ലോ ജഗത് നായക. ഭവത് വൈഭവങ്ങളെ വാഴ്ത്തുവാൻ ശക്തി നൽകേണ എന്നും നീ. ഞങ്ങൾ നിൻ പ്രിയദാസരാ, ഞങ്ങൾ നിൻ പ്രിയദാസരാ. താങ്ക് യു. മിസ്റ്റർ ഐക്യം മ്യൂട്ടാണേ. സ്വാഗതമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സ്വാഗതമാണ്. ദീപസ് കുടുംബത്തിലെ എല്ലാ ഹൃദയബന്ധുക്കൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഗ്രൂപ്പ് 3, ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് വി ബെസ്റ്റ് ദി ബെസ്റ്റ്, അതാണ്. അപ്പൊ വി ബെസ്റ്റ് ദി ബെസ്റ്റ് അവതരിപ്പിക്കുന്ന മനോഹരമായ ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ എല്ലാ ഹൃദയ ബന്ധുക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. പ്രത്യേകിച്ച് ബൈജു പാം സാർ, പ്രിയതമ ബിൻസിമാൻ, കോർ ടീം അംഗങ്ങൾ, മറ്റ് എല്ലാ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ഗുരുനാഥൻ ബൈജു പാം സാറിന്റെ സ്നേഹോഷ്മളമായ സന്ദേശം കേൾക്കാൻ നമ്മൾ എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. ആ സന്ദേശമില്ലാതെ നമ്മുടെ ഒരു പരിപാടിയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് സാറിന്റെ ഒരു സന്ദേശത്തിന് വേണ്ടി ബൈജു പാം സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. താങ്ക് യു ജോസഫ് ജോൺസൺ. താങ്ക് യു ഗീത പങ്കജ് ടീച്ചർ. സ്നേഹമുള്ള വീപ്പസ് ഹൃദയബന്ധുക്കളെ, ഇന്നത്തെ ഡേ വളരെ അനുഗ്രഹം നിറഞ്ഞതാണ്. കലയുടെ ഊർജസ്വലമായ ഒരു ദിനം. നമ്മുടെ പൂർണ്ണമായ കഴിവുകൾ തുറക്കുകയും അതിൻ്റെ നന്മ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ദിനമാണ് ആർട്സ് ഡേ. ഇത് സർഗാത്മകതയുടെയും നമുക്കറിയാം ആത്മപ്രകാശനത്തിൻ്റെയും പുതുമയുടെയും ആഘോഷമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. സാധാരണ ഒരു പ്രായം കഴിഞ്ഞാൽ കലയ്ക്ക് അത്ര പ്രാധാന്യം കൊടുക്കാത്ത ഒരു ലോകത്താണ് നമ്മളുള്ളത്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മളിന്ന് ഈ ആർട്സ് ഡേ വി ബെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ വളരെ വ്യക്തമായ ലക്ഷ്യമുണ്ട്. പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് നമ്മൾ ഈ ആർട്സ് ഡേ ഓരോ ശനിയാഴ്ചയും, ഇനിയിപ്പോൾ പുതിയ ബാച്ചുകൾ വരുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് തുടർച്ചയായിട്ട് 21 ദിവസം പോകണം എന്നുള്ളത് കൊണ്ടായിരുന്നു നമ്മൾ ഇടയ്ക്ക് 21 ദിവസം സെഷൻ വരുമ്പോൾ നമ്മളത് ഒഴിവാക്കിയത്. പക്ഷെ ഇനി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, പുതിയ ബാച്ച് വരുമ്പോൾ അവരോട് പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഗ്യാപ്പ് വരാത്ത രീതിയിൽ അവരെ രാവിലെ എഴുന്നേൽപ്പിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഒരു പ്രോസസ്സിലേക്ക് വരുത്തക്ക രീതിയിൽ ആർട്സ് ഡേ മുന്നോട്ട് പോകാനാണ് മനസ്സിൽ കാണുന്നത്. അപ്പൊ അവരെയും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവരും അതിനകത്ത് ഭാഗമായാൽ ഉറപ്പായിട്ട് വരും. അപ്പൊ എന്താണ് നമ്മൾക്ക് ഇത്രയധികം പ്രാധാന്യം വി ബെസ്റ്റ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, പുതിയ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന 5 ഗുണങ്ങൾ. ഒന്ന്, നമ്മുടെ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയുന്നു. അതാണ് കല നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട കാര്യം. 2, വിഷ്വലൈസേഷൻ. വി ബെസ്റ്റ് എന്തുകൊണ്ട് ഇതെടുത്തു എന്ന് ചോദിച്ചാൽ, ഭാവനയും പ്രശ്നപരിഹാര കഴിവുകളും നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഭാവന കൂടുന്നു, വിഷ്വലൈസേഷൻ കൂടാൻ സഹായിക്കുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവിങ്, പ്രശ്നം പരിഹരിക്കാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ സഹാനുഭൂതിയും ധാരണയും വളർത്താനായിട്ട് ഈ ആർട്സ് ഡേ ആഴ്ചയിലെ ഒരു ദിനം മാറ്റിവെക്കുമ്പോൾ നമുക്ക് അതുകൊണ്ട് കഴിയുന്നുണ്ട്. ഇത് പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ വികാരങ്ങൾക്കും സ്വയം നമുക്കൊരു നിയന്ത്രണം കൊണ്ടുവരുന്നതിനും സഹായിക്കാനായിട്ട് ഈ ആർട്സ് ഡേ സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വി ബെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരിക.
നമ്മളുടെ സമൂഹത്തെ അല്ലെ നമ്മുടെ വി ബെസ്റ്റിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ആർട്സ് ഡേക്ക് കഴിയുന്നുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ആർട്സ് ഡേ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് മറ്റുള്ളവരെ കൊണ്ടുവരാം. ഇപ്പൊ ഒരു ഈശ്വര പ്രാർത്ഥന ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാട്ട് പാടണം, അല്ലെങ്കിൽ ഒരു കഥ പറയണം, ഒരു സ്വാഗതം പറയണം എന്ന് പറഞ്ഞാൽ അവരെ കൂടുതൽ നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കും. അങ്ങനെ ഓരോ ആളുകളെയും ആക്റ്റീവാക്കാൻ ഒരു സമൂഹം, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ, പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്നവരെന്നുള്ള രീതിയിൽ ഒരുമിച്ച് കൂട്ടാനായിട്ടും ഈ ആർട്സിന് കഴിയും. അതുകൊണ്ട് നമ്മൾ എല്ലാ ശനിയാഴ്ചയും, ഇനിയുള്ള എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ആർട്സ് ഡേ നമ്മൾ പോകുന്ന. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ആർട്സ് ഡേക്ക് വേണ്ടി ഒരു മീറ്റിംഗ് മാത്രമേ കൂടാൻ പാടുള്ളൂ എന്നുകൂടി ആമുഖമായി തുടക്കേ പറയുന്നു. പല മീറ്റിങ്ങുകൾ കൂടി അതിന് വരരുത്. ഒരേ ഒരു മീറ്റിംഗ് കൂടുക. അത് മാക്സിമം പോയാൽ 1 hour. ചർച്ചകളും അധികം പോകരുത്. പോയാൽ നമുക്ക് പിന്നീട് റെസ്ട്രിക്ഷൻസ്, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടും. എന്താ, ഈ 5 പോയിന്റ്സും റിവേഴ്സ് ആവും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. സമ്മർദ്ദം കൂടും. എവിടെ? കുടുംബത്തിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങളുടെ സമ്മർദ്ദവും ഉത്കണ്ഠയും കൂടും. പ്രശ്നങ്ങൾ അവിടെ തുടങ്ങും. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പ്രശ്നങ്ങൾ കൂടും. ഇപ്പൊ 5 കാര്യങ്ങൾ റിവൈസ് ചെയ്യണേ ഞാൻ. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും അതിൻ്റെതായ സമയം കൊടുത്തുകൊണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ധാരണയൊക്കെ പോകും. 3ാമത്തെ പോയിന്റ് സഹാനുഭൂതിയും ധാരണയും എന്നാണ് പറഞ്ഞത്. ആ ധാരണയൊക്കെ നമ്മൾ ഒരുപാട് സമയം ഇതിന് മാത്രം ഫോക്കസ് ചെയ്താൽ അത് പോകും. നമുക്ക് നമ്മുടെ ഫീലിങ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. എന്താ, വീട്ടിൽ എപ്പോഴും നമ്മൾ ഇതിന്റെ ചർച്ചയും ഇതിന്റെ മീറ്റിംഗ്സും കാര്യങ്ങളുമാണ് നിങ്ങൾ ഗ്രൂപ്പ് ലീഡേഴ്സ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ലീഡേഴ്സ് അല്ല എല്ലാവരും ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? നമ്മൾ മറ്റുള്ളവർ, നമ്മളുടെ വീട്ടിലുള്ള ആളുകൾ എല്ലാവരും ബി ബെസ്റ്റ് അല്ലല്ലോ. അവർ നമ്മളുടെ അഗെയിൻസ്റ്റ് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കും. അപ്പൊ നമ്മൾ പൊട്ടിത്തെറിക്കും, പ്രശ്നം ഉണ്ടാവും. പിന്നെ നാട്ടുകാരെ മുഴുവൻ അല്ലെങ്കിൽ വിബസ്റ്റിനെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ, കുടുംബത്തെ കൂട്ടിൽ കൊണ്ടുവന്നില്ലെങ്കിൽ, കൂടെ കൊണ്ടുവന്നില്ല എങ്കിൽ എന്ത് പറ്റും? അവിടെയും പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് 5 ഗുണങ്ങളുണ്ട്. പക്ഷെ ആ ദോഷമില്ലാത്ത രീതിയിൽ എങ്ങനെ 5 ഗുണങ്ങളെയും ഉപകരിക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ വിബസ്റ്റിൽ ആർട്സ് ഡേയിൽ എനിക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം. ഇതിന്റെ സന്ദേശമൊന്നും പറയേണ്ട, നിർദ്ദേശം. അപ്പൊ നമുക്കിതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് 2-3 നിയന്ത്രണങ്ങൾ. ഒന്ന്, ഒറ്റ മീറ്റിംഗ് ഗ്രൂപ്പുകൾക്ക് കൂടാൻ കഴിയും, അല്ലെ കൂടേണ്ടതുള്ളൂ. 2, നമുക്ക് ഒരു സമയബന്ധിതമായിട്ട് ചർച്ചകളെല്ലാം കൊണ്ടുപോകാൻ കഴിയണം. പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്കിലും ഏൽപ്പിക്കാം, ഇത് ഇത്ര ചെയ്യണം എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ അത് കൂടുതൽ സമയം ചെലവഴിക്കാതെ എല്ലാവരെയും ഈ പറഞ്ഞ 5 കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ട് വിബസ്റ്റിന് കഴിയും. അതിനുള്ള കഴിവും പ്രാപ്തിയുമുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ നമ്മുടെ സർഗാത്മകതയും ആത്മപ്രകാശനത്തിന്റെയും ദിനമാക്കി മാറ്റാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. അടുത്തായി നമ്മുടെ അവതരണത്തിന് വേണ്ടി നമ്മുടെ സ്നേഹമയായ നമ്മുടെയൊക്കെ ചേച്ചിയമ്മയായ ലിസി ടീച്ചറെ ക്ഷണിക്കുന്നു. Thank you, ടീച്ചർ thank you, പ്ലീസ്. thank you, leader ഗീത പങ്കജ് ടീച്ചർ. എല്ലാവർക്കും പുലർക്കാല വന്ദനം. നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും ശരിക്കും കേൾക്കണ്ടല്ലോ അല്ലെ? യെസ് ടീച്ചർ, ഓഡിബിൾ. പ്രപഞ്ച നിയമങ്ങളും മാനവികതയും. ഗുരു നിത്യ ചൈതന്യ യതിയുടെ ഈ ലേഖനമാണ് നമുക്ക് അവലംബം. അവതരണം ഗ്രൂപ്പ് 3 വി ബെസ്റ്റ്. കൗസല്യ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തതേ. ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാത്മികം. ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ. ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. മാതഃ സമസ്ത ജഗതാം മധുകൈദവാരേ. വക്ഷോഭിഹാരിണി മനോഹര ദിവ്യമൂർത്തേ. ശ്രീ സ്വാമി നിശ്രിത ജനപ്രിയദാനശീലേ. ശ്രീ വെങ്കിടേശ ദൈതേ തവ സുപ്രഭാതം. ഉത്തിഷ്ഠത
ജാഗ്രത പ്രാപ്യ വരാൻ പ്രബോധതാ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. യസ്യ സ്മരണമാത്രേണ ജന്മ സംസാര ബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. ഇവിടമാണിതിഹാസരൂപിയ ഈശ്വരനിറങ്ങിയ തീരം. ഇവിടമാണിതിഹാസരൂപിയ ഈശ്വരനിറങ്ങിയ തീരം. ഇവിടമാണാദ്യമായി മനുജാഭിലാഷങ്ങൾ ഇതിളിട്ട സുന്ദര തീരം. ഓ ഓ ഓ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. കതിരിടും ഇവിടമാണദ്വൈത ചിഹ്നകൾ കാലടി പതിഞ്ഞൊരു തീരം. കതിരിടും ഇവിടമാണദ്വൈത ചിഹ്നകൾ കാലടി പതിഞ്ഞൊരു തീരം. പുരുഷാന്തരങ്ങളെ ഇവിടെ കൊളുത്തുമോ പുതിയൊരു സംഗമദീപം. ഓ ഓ ഓ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ ശ്രീധനങ്ങൾ, സന്ധ്യകൾ മന്ദാര ചാമരം വീശുന്ന ചന്ദന ശീതള മണപ്പുറങ്ങൾ. പുഴകൾ, മലകൾ. ലോകം തുടക്കം മുതൽ തന്നെ അനുസ്യൂതമായൊരു ഒഴുക്കിലാണ്. അക്കൂട്ടത്തിൽ ഒരു കുറ്റിച്ചെടിയിലോ വലിയ വൃക്ഷത്തിലോ മുട്ടിട്ട് വരുന്ന മുളകൾ സാവധാനത്തിൽ വികസിച്ച് അഴകുള്ള ആകൃതിയെ വെളിയിലേക്ക് കൊണ്ടുവരും. എത്ര നേരം നോക്കി നിന്നാലും ഈ നാമ്പ് വരുന്നത് എങ്ങനെയെന്ന് കാണാനാവുകയില്ല. ആരെയെങ്കിലും തുറച്ചു നോക്കുന്നത് അതിന് ഇഷ്ടമില്ലാത്തതുപോലെയാണ്. നാം ശാന്തമായി കിടന്നുറങ്ങുമ്പോൾ പൂമരങ്ങളും പൂച്ചെടികളും പ്രഭാത സൂര്യനെ സ്വപ്നം കാണുകയാണ്. പ്രഭാതത്തിൽ ആദ്യത്തെ ആലോലവായു വരുമ്പോൾ തന്നെ വിടരാൻ പാകത്തിന് പ്രായമെത്തിയ പൂക്കൾ കാത്തു നിൽക്കുന്നു. ഓരോ പൂവ് വിടരുന്നതും ഹൃദ്യമായ മന്ദഹാസം പോലെയാണ്. എന്നാൽ അവ പൊട്ടിച്ചിരിക്കുകയില്ല. മലകളുടെ മുകളിൽ കൂടി മഞ്ഞ് കയറി വന്ന്
ഇലകളിലും പുഷ്പദലങ്ങളിലും വെണ്മയുള്ള തുഷാരബിന്ദുക്കൾ പതിപ്പിച്ചു പോകുന്നത് വളരെ ശാന്തമായാണ്. അത്രയ്ക്ക് രഹസ്യമാണ് പ്രകൃതിയുടെ ഓരോ വികാസ ശൈലിയും. പ്രകൃതിക്ക് ധാരാളം സമയമുണ്ട്. എന്നാലും പൂ വിരിയുന്ന കാര്യത്തിലും വിരിയുന്ന പൂവ് കൂമ്പുന്ന കാര്യത്തിലുമെല്ലാം കൃത്യമായ സമയനിഷ്ഠയുണ്ട്. ചെടികളിലും മരങ്ങളിലും ഇലയും പൂവും വരുന്നത് പോലെയാണ് ഈ ഭൂമണ്ഡലത്തിൽ ഋതുക്കൾ വരുന്നത്. ശിശിരം കഴിഞ്ഞാൽ വസന്തം വരും. വസന്തം എത്ര തന്നെ ആഹ്ലാദകാരിയാണെങ്കിലും ഓരോ വസന്തത്തിനും അറിയാം ഇനി പൂക്കളിൽ നിന്ന് പഴങ്ങളും ബീജങ്ങളും വരേണ്ട സമയമാണെന്ന്. പൂവ് വിരിഞ്ഞപ്പോൾ അത് എത്ര നിശബ്ദമായിട്ടായിരുന്നോ, അതുപോലെ ഉച്ചവെയിലിൽ സമീരണൻ വരുമ്പോൾ ആവശ്യം കഴിഞ്ഞ ദലങ്ങളെയെല്ലാം പൂവിന് വേദനിക്കാതെ തന്നെ കാറ്റിൽ പറത്തിക്കളയും. പിന്നെ പൂക്കളും വഹിച്ചു നിന്ന ചെടികളും മരങ്ങളുമെല്ലാം അമ്മയെപ്പോലെയാണ്. അവരുടെ ഗർഭത്തിലിരിക്കുന്ന അടുത്ത തലമുറയെ കൊണ്ടുവരാൻ ചൂട് വേണം. അതുകൊണ്ട് ശരത്കാലം വരും. വർഷം വരുന്നതിന് മുൻപ് വിളവെടുപ്പ് കാലമാകും. പിന്നെയും വിത്തുകളെല്ലാം പുനരാവിർഭാവത്തിന് തയ്യാറാകുമ്പോഴേക്കും കടലിൽ നിന്ന് കറുത്ത മഴമേഘങ്ങൾ ആകാശത്തിലേക്ക് പൊന്തി വരും. അപ്പോൾ മാത്രമേ പ്രകൃതി മൗനം ഭഞ്ജിക്കാറുള്ളൂ. ലോകമറിയണം ആകാശത്തു നിന്ന് കൃപാരസം വരുന്നുണ്ടെന്ന്. അപ്പോഴാണ് മേഘങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത്. ഇരുൾ കീറുന്നത് പോലെ വൈദ്യുതി പ്രവാഹമുണ്ടാകും. മഴയെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയും കർഷകനും അടുത്ത പരിപാടിക്ക് തയ്യാറെടുക്കുകയാണ്. അതെ, മഴയെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയും കർഷകനും വീണ്ടും അടുത്ത പരിപാടിക്ക് തയ്യാറെടുക്കുകയാണ്. മഴയ്ക്കായി ഒരു പ്രാർത്ഥന. വേനലിന്റെ വേവിൽ കുളിരായി മാറും സാന്ത്വനമായി, നന്മയായി സ്നേഹമായി തീരും വർഷമേ. സ്തുതിക്കുന്നു എന്നുമെന്നും കൊതിക്കുന്നു നിന്നെ ഞങ്ങൾ. ഉയിരായി നിറവായി പുഴയായി കടലായി മാറും നിന്റെ നിറഞ്ഞ തൃക്കരങ്ങൾക്കായി ഇതാ തൊഴുന്നേ. അമൃതായി ഹർഷമായി ഹൃദ്യമായി ദാഹമായി മോഹമായി മാറും നിന്നെ നമിക്കുന്നു ഞാൻ. ഒരിക്കലും പിരിയാത്ത കൂട്ടുകാരനായി ഞങ്ങൾ കനർഘ കാരുണ്യ വർഷം ചൊരിയുവോനേ. നിന്റെ അമൃത ബിന്ദുക്കൾ എന്നിൽ പുതുജീവൻ പുതുജന്മം പുതു ചൈതന്യമായി മാറി നിറയണമേ. പുതു ചൈതന്യമായി മാറി നിറയണമേ. പുതു ചൈതന്യമായി മാറി നിറയണമേ. ഭൂമിക്കും വേണം വിശ്രമം. മരങ്ങൾക്ക് എപ്പോഴും ഉടുത്തൊരുങ്ങി നിൽക്കാനല്ല ആഗ്രഹം. ഹേമന്തം വരുമ്പോഴേക്കും ഇലയെല്ലാം പൊഴിച്ചു കളയണം. ഇല പൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, മനമുരുകും വേദനയിൽ ആൺകിളിയാ കഥ പാടി മറഞ്ഞുപോയി ആ മന്ദഹാസം. ഓർമ്മകൾ മാത്രം, ഓർമ്മകൾ മാത്രം. ഒരു കൊച്ചു സ്വപ്നവുമായി ഒരു നുള്ളു മോഹവുമായി ഇണക്കിളി നെഞ്ചിൽ പറന്നു വന്നു. പൂക്കാലം വരവായി മോഹങ്ങൾ വിരിയാറായി അവളതിനായ കൂട്ടിൽ തപസ്സിരുന്നു. എരിഞ്ഞുപോയി പാടി പെണ്ണിൻ കനവുകളും
ആ കാട്ടുതീയിൽ. ഇല പൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി. മനമുരുകും വേദനയിൽ ആൺകിളിയാ കഥ പാടി. വെളിച്ചത്തെയും ഇരുളിനെയും അതിൽ നിന്നുള്ള പോഷണത്തെയും എങ്ങനെയാണോ പ്രകൃതി പാലനത്തിന് സജ്ജമാക്കിയിട്ടുള്ളത്, അതുപോലെ കരുതലോടെ തന്നെ മനുഷ്യവർഗത്തെയും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പ്രകൃതിയിൽ കുമിളകൾ പൊടുന്നനെ വന്ന് വിടർന്ന് നശിച്ചു പോകുന്നത് പോലെ കൊച്ചു കൊച്ചു മനുഷ്യ മനസ്സുകൾ ജീവന്റെ ഒരു തുടിപ്പായി വന്ന് ഏറെയൊന്നും ലോകത്തിന് സംഭാവന ചെയ്യാനില്ലാതെ കടന്നു പോകുന്നുണ്ട്. അല്ല കാർത്തികാജി, ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, മഴയല്ലേ നമ്മളെ ഇതിനെല്ലാം സഹായിക്കുന്നത്? എന്താണ് ടീച്ചറെ ഇത്ര വലിയ വലിയ കാര്യങ്ങളാണല്ലോ ചിന്തിക്കുന്നത്? അതെ കാർത്തികാജി, സൂര്യൻ കടലിൽ കിടക്കുന്ന വെള്ളത്തിനെ ആവിയാക്കിയല്ലേ മലമുകളിൽ എത്തിച്ച് മഴയായി നമ്മുടെ കൃഷിക്ക് നൽകുന്നത്. ഈ സൂര്യൻ ചെയ്യുന്ന മഹത്തായ കർമ്മം ഒന്ന് ഓർത്തു നോക്കിയതാണേ. അത് നല്ലത് തന്നെ, എനിക്കറിയാം ഈ കാര്യം. ഞാനത് എപ്പോഴും ചിന്തിക്കുന്നതാണ്. എത്ര വലിയ പ്രപഞ്ച പ്രതിഭാസമാണ് അതെന്നുള്ളത് എപ്പോഴും എന്റെ ചിന്തയിൽ വരാറുണ്ട് ടീച്ചറെ. അതെ, ഞാൻ ആലോചിക്കുന്നതായിരുന്നു, ഭൂമിയില് ചില മനുഷ്യരൊക്കെ ഇങ്ങനെയല്ലേ? സത്യം, നമ്മുടെ വീബെസ്റ്റിൽ തന്നെ ഉണ്ടല്ലോ. അതന്നെ നോക്കിയാൽ മതിയല്ലോ, പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മ നൽകാനായിട്ടുള്ള ഒത്തിരി പേര്, നമ്മുടെ സാർ മുതൽ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ശരിയാ കാർത്തികജി, ഈ ലോകത്ത് പല സ്ഥലത്തായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രകാശം ചൊരിയുന്ന ചില മനുഷ്യ നക്ഷത്രങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ഈ ലോകം ഇങ്ങനെ നിലനിന്നു പോകുന്നത്. എനിക്ക് എന്തേലും സംശയം ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അത് സത്യമാണ് ടീച്ചറെ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് മാത്രം. അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യർ ഈ ലോകത്തുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ലോകം ഇത്രയും ഭംഗിയായിട്ട് പോകുന്നത്. എല്ലാവരും നന്മയില്ലാത്തവരല്ല, ഒത്തിരി ഒത്തിരി നന്മയുള്ളവരാണ് ഈ ലോകത്ത് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴേ ചിന്തിക്കുന്നുള്ളൂ എന്ന് മാത്രം. ഇതൊക്കെ എന്തോ ഉണ്ടല്ലേ, എന്തോ ഉണ്ടല്ലേ, എന്തോ ഉണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ജനനം മുതൽ വാർദ്ധക്യം പ്രാപിച്ച് മരണമടയുന്ന സ്വന്തം മക്കളെ ഒരു നിമിഷത്തേക്ക് പോലും മറക്കാതെ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്ന എങ്ങനെയോ അതുപോലെയാണ് നമ്മുടെ ലോകപാലകന്മാർ. നാം ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ നമ്മുടെ സ്വപ്നത്തിൽ പോലും പ്രവേശിക്കുന്നുണ്ട്. അമ്മ എന്നെ മടിയിലിരുത്തി നല്ലുമ്മ തന്നു പഠിപ്പിച്ച പ്രാർത്ഥന ഏറെയെല്ലാം മറന്നു പോയെങ്കിലും ഓർമ്മയിൽ വീരാകുമീരടി. നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, സത്യം പറയുവാൻ ശക്തിയുണ്ടാകണം. മ്ലാനമായ മുഖങ്ങൾക്ക് നല്ല വാക്കിന്റെ നല്ല പ്രവൃത്തിയുടെ ഉത്സാഹം പകർന്നു കൊടുത്ത് മുഖത്തും ഹൃദയത്തിലും ആത്മാവിലും ആഹ്ലാദം ചൊരിയുവാൻ നമുക്ക് പ്രേരണ നൽകുന്നു. എല്ലാ മനുഷ്യരുടെ കാതിലും ധ്വനിമയമായ ആ ശബ്ദത്തിന് അർത്ഥമുണ്ടാക്കി തരുന്നത് ഒരേ ഒരു വക്താവാണ്. എല്ലാ കണ്ണുകൾക്കും ദർശന സാഫല്യം ഉണ്ടാക്കിത്തരുന്നത് ഒരേ ഒരു അറിവിന്റെ പ്രകാശം. കുഞ്ഞുങ്ങൾ ആർത്ത് വിളിച്ചോ ഓടിക്കളിക്കുന്നതിനിടയിൽ വൃദ്ധപിതാവിന്റെ ഉള്ളിൽ ഉണർന്നു വരുന്ന പ്രാർത്ഥന അവനോ അവളോ കേട്ടില്ലെന്ന് വരും. നമുക്ക് എത്രയെത്ര അവസരങ്ങൾ ഉണ്ടായാലും നാം കേൾക്കാതെ വിട്ടുപോയതെല്ലാം പിന്നെ ഓർമ്മയുടെ തീരത്ത് വന്നു തലതല്ലുമ്പോഴേക്കും ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ലാതാകും. നല്ല കൃഷിക്കാർ തോട്ടത്തിൽ നിന്ന് യഥാകാലം വിത്തുകൾ ശേഖരിച്ച് അറയിൽ വെക്കുന്നത് പോലെ മാനവികതയുടെ മൂല്യങ്ങളെ ഭദ്രമായി ശേഖരിച്ചു വെക്കുന്ന സന്മതികൾ നമ്മുടെ ഇടയിലുണ്ട്. അത് തന്നെയാണല്ലോ വീബെസ്റ്റ് കൂട്ടായ്മയിലൂടെ നമുക്ക് ലഭിച്ച ആ നല്ല കൃഷിക്കാരൻ. നമ്മുടെ എല്ലാം മനസ്സുകളിൽ വിതച്ച വിത്തുകൾ നൂറുമേനിയായി വിളവ് നൽകുന്ന അനുഭവം ലഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ സന്മതി തന്നെയാണല്ലോ ഇന്ന് നമ്മളിൽ മൂല്യങ്ങൾ ഭദ്രമായി ശേഖരിച്ചു വെക്കുന്ന പ്രിയ ഗുരുനാഥൻ ബൈജു പാം സർ. ഇതിലൂടെ
ഈ കൂട്ടായ്മയിലൂടെ മറ്റു സന്മതികളായി മാറാൻ നാം എല്ലാവർക്കും കഴിയും. ഏവർക്കും നന്മയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. പരീത് സർ. യെസ്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. ഇത്രയും 2024 ഓഗസ്റ്റ് 31 വി ബെസ്റ്റ് ഡേ 1081. വി ബെസ്റ്റിന് കിട്ടിയ വലിയ ഒരു സമ്മാന ദിനമാണ് എന്ന് ചുരുങ്ങിയ സമയത്തെ പ്രോഗ്രാം കൊണ്ട് നമുക്ക് മനസ്സിലായി. ഇത്രയും മനോഹരമായി ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത അവതരിപ്പിച്ച ടീം 3 വി ബെസ്റ്റിന്റെ വൈബ്രന്റ് ടീമാണ് എന്ന് എല്ലാവരും ഐകകണ്ഠേന എന്നും അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആദ്യമായി ഈ പ്രോഗ്രാമിന് ഇത്തരത്തിലൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ പ്രഭാതത്തിൽ ഉണരാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് സൗഹൃദം ഏറ്റവും വലിയ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താക്കി മാറ്റുന്ന ആ സൗഹൃദത്തിന്റെ എല്ലാ സമ്പത്തിന്റെയും ശ്രേഷ്ഠമായ ഗുരുനാഥൻ ബൈജു പാം സാറിന് ആദ്യമായി ഞങ്ങൾ ടീം 3യുടെ നന്ദി അർപ്പിക്കുകയാണ്. ഒപ്പം ഉള്ളിലുള്ള സമ്പത്തിനെ പുറത്തെടുക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്ന് കല ആസ്വാദനമാണ്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമിന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, തുടക്കം മുതൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺവീനർ കൂടിയായ ജോസഫ് ജോൺ സാറിന് ഞങ്ങൾ ടീം 3യുടെ എല്ലാ നന്ദികളും അർപ്പിക്കുകയാണ്. പിന്നെ ഇന്നത്തെ പ്രോഗ്രാം ഇതിന് ലീഡർഷിപ്പ് വഹിച്ചത് ഗീത പങ്കജ് ടീച്ചറാണ്. ടീച്ചറിനോടും നന്ദി അർപ്പിക്കുന്നു. ഒപ്പം രണ്ടും കൽപ്പിച്ച് അതിരാവിലെ തന്നെ, എനിക്ക് ഇന്നലെ ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു, വളരെ സുന്ദരിയായി വളരെ മനോഹരമായി വസ്ത്രം ധരിച്ച് ചിരിച്ച മുഖവുമായി അതിമനോഹരമായി പ്രോഗ്രാമിന്റെ തുടക്കം മുതൽ ഇതേവരെ മികച്ച അവതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലിസി ടീച്ചർ. ടീച്ചറോട് എത്ര നന്ദി പറയണം എന്നറിയില്ല, എങ്കിലും നന്ദിയുടെ വാക്കുകൾ അർപ്പിക്കുക. ഗീത പങ്കജ് ടീച്ചറിന്റെ പ്രാർത്ഥനയോടെയാണ് ഇന്നത്തെ പ്രോഗ്രാം ആരംഭിച്ചത്. ശേഷം അതിമനോഹരമായി വെങ്കടേശ്വര സുപ്രഭാതം ആലപിച്ച ഗീത ലക്ഷ്മി മാം, അതേപോലെ ലോകത്ത് മുഴുവൻ സുഖം ഉണ്ടാകട്ടെ, ലോകം മുഴുവൻ സന്തോഷം കൊണ്ട് നിറയട്ടെ എന്ന പ്രാർത്ഥനയുമായി കാശ്മീരിൽ നിന്ന് എത്തിയ നമ്മുടെ പ്രിയ നായർ സാബ്, അദ്ദേഹത്തിന്റെയും വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. പുഴകൾ, മലകൾ, അതെ, മനോഹരമായ നമ്മുടെ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഭൂമിയെ അതിമനോഹരമായ പാട്ടുകളിലൂടെ അവതരിപ്പിച്ച കൊല്ലങ്കോടിന്റെ കലാ കുടുംബം എന്ന് പറയാം, ഖാദർഭായും ഭാര്യ ഷീബാജിയും. ഇത്ര മനോഹരമായിട്ടാണ് ആ പാട്ട് പാടിയത്. ആ കലാ കുടുംബത്തിന് നമ്മുടെ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ ഇന്ദു ടീച്ചറിന്റെ മഴയ്ക്കായി ഒരു പ്രാർത്ഥന അതിമനോഹരമായി തന്നെ ടീച്ചറുടെ ശബ്ദം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പ്ലാറ്റ്ഫോം പുതിയതായി എത്തിയവർക്ക് ഒഴികെ മറ്റെല്ലാവർക്കും അറിയാവുന്നതാണ് ടീച്ചറിന്റെ അതിമനോഹരമായ ശബ്ദവും അവതരണ രീതികളുമൊക്കെ. അപ്പോ ഇത് ടീച്ചർക്കും നന്ദി അർപ്പിക്കുന്നു. അടുത്തതാണ് ഇലപൊഴിയും ശിശിരത്തിൽ ഒരു ചെറുകിളിയാൽ വന്നെങ്കിൽ, പാട്ട് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, എന്നാലും നമ്മുടെയൊക്കെ ഓർമ്മകളെ ചെറുപ്പത്തിലേക്കും ഒക്കെ കൊണ്ടുപോയ അതിമനോഹരമായ ഗാനം ആലപിച്ച ഗീത പങ്കജ് ടീച്ചർക്കും നന്ദി അർപ്പിക്കുന്നു. പിന്നെ പ്രീതി ടീച്ചർ അമ്മയെന്നെ മടിയിലിരുത്തി എന്ന ഏതാനും വരികളുമായിട്ടാണ് വന്നതെങ്കിലും അതിമനോഹരമായി തന്നെ അവതരിപ്പിച്ചു. അതേപോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ കാർത്തികജി ഏതാനും ചുരുങ്ങിയ വാക്കുകളിലൂടെ വളരെ അർത്ഥവത്തായ വലിയ സന്ദേശങ്ങൾ നമുക്ക് നൽകി. ഒപ്പം തന്നെ ഇതിന്റെ തുടക്കത്തിൽ ബൈജു സാറ് നൽകിയ സന്ദേശമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ചുരുങ്ങിയ വാക്കുകളിൽ സാറ് പറഞ്ഞ 5 കാര്യങ്ങൾ കല നമുക്ക് എന്ത് നൽകുന്നു എന്നുള്ളത്.
അത് പ്രാവർത്തികമാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ വി ബെസ്റ്റ് ഡേയിലൂടെ. അപ്പോൾ ഇന്നത്തെ ഈ പ്രഭാതത്തെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിനമായി വി ബെസ്റ്റിന് കിട്ടിയ, ആദ്യം ഒരു പറഞ്ഞ പോലെ വി ബെസ്റ്റിന് കിട്ടിയ സമ്മാനമായി ഇന്നത്തെ ദിനത്തെ അർത്ഥപൂർണമാക്കിയ എല്ലാ കലാകാരന്മാരും കലാകാരികളും ടീം 3 കലയിലെ അത്യുന്നത രംഗങ്ങളിൽ നിൽക്കുന്നവരാണ് എല്ലാവരും. ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ ഇത്രയും നേരം ശ്രദ്ധിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന എല്ലാ കലാസ്നേഹികൾക്കും ടീം 3യുടെ നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്ക് യു ടീം 3. കഥയ്ക്കുള്ള ടൈം കൂടി ഉണ്ട് സാർ. ഇനി ഏതാ കവിതയ്ക്കുള്ള ടീച്ചർ കഥയ്ക്കുള്ള ടൈം കൂടി ഉണ്ട് പറയുക. അതെ. ജോസഫ് ജോൺസൺ സാറിന് ഇത്ര മനോഹരമായാണ് ആ ഒരു, എന്താണ് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു മാല കോർത്ത് നമ്മൾക്കെല്ലാം അണിയിച്ചത്. ഗ്രൂപ്പ് 3 അംഗങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ആർട്സ് ടീമിന്റെ പേരിൽ നന്ദി പറയുക. ഇനിയുള്ള സമയം കൂടി നിങ്ങൾക്ക് അല്പ കാര്യങ്ങൾ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 10 മിനിറ്റ് ബാക്കിയുണ്ടല്ലോ. ഓക്കെ. സോമൻജി കഥയുടെ കാര്യം പറഞ്ഞാണോ? സോമൻജിയുടെ ലിസി ടീച്ചർക്ക് കഥ പറയാനുള്ള ടൈം ലിസി ടീച്ചറുടെ കഥ. ഓക്കെ ഓക്കെ. ഞാനൊന്ന് കഥ പറഞ്ഞ മാർക്ക് ഗ്രൂപ്പ് 3ക്ക് പോകാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ഒരു അല്ലാണ്ട് വീഡിയോ അയച്ചെന്നല്ലോ ഇന്ദു ടീച്ചർ, അതെന്തിനു വേണ്ടിട്ടായിരുന്നു? അതാ സന്ദർഭത്തിൽ ഇടാൻ പറ്റിയില്ല. അയ്യോ, ക്ലൂ ചെയ്തത്. എന്തായാലും അത് നമുക്കൊന്ന് കാണാം. ഞാനും വീഡിയോ പ്രദർശനം ഇന്ദു ടീച്ചറിനെ ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ അതെന്തായിരുന്നു? ഞാനിടാം. വീഡിയോ കാണാം അല്ലെ? വീഡിയോ. അതെ, വീഡിയോ കാണാം. വീഡിയോ അതൊരു ചെറിയ സംഭവമാണ്. അതാ പിന്നെ സന്ദർഭത്തിൽ അതിന് ഒന്നുകൂടെ കാണാം നമുക്ക് എന്തായാലും. അത് ഓക്കെ ഓക്കെ. താങ്ക് യു. സന്ദർഭത്തിലാണ്. ഞാൻ ആ ഞങ്ങൾ സന്ദർഭത്തിലേക്ക് എടുത്തോളാം. എനിക്ക് ആ സന്ദർഭം മനസ്സിലായില്ല. വേളയിലേ. ഓക്കെ ഓക്കെ, റെഡി. താങ്ക് യു. വസന്തം എത്ര തന്നെ ആഹ്ലാദകാരിയാണെങ്കിലും ഓരോ വസന്തത്തിനും അറിയാം ഇനി പൂക്കളിൽ നിന്ന് പഴങ്ങളും ബീജങ്ങളും വരേണ്ട സമയമാണെന്ന്. പൂ വിരിഞ്ഞപ്പോൾ അത് എത്ര നിശബ്ദമായിട്ടായിരുന്നു. അതുപോലെ ഉച്ചവെയിലിൽ സമീരണൻ വരുമ്പോൾ ആവശ്യം കഴിഞ്ഞ ദലങ്ങളെ എന്ന് പറയുന്ന ഭാഗമാണത്. ഓക്കെ, അത് കഴിയുമ്പോ ഇത് വരും. മധുരമായി പാടും മണിശങ്കുകളായി കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി ആടു കാറ്റേ കടലേ. താങ്ക് യു സാർ. മധുരമായി പാടും മണിശങ്കുകളായി കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി ആടു കാറ്റേ കടലേ. ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഞാൻ ഈ പാട്ട് യാദൃശ്യമായിട്ട് എടുത്തതാണ്. കാതിൽ തേൻമഴയായി, അതുപോലെ തന്നെ പൂ വിരിയുന്നതിന്റെ ഒരു സന്ദർഭവും, ഇതെല്ലാം എങ്ങനെ ഈ വൈബ്രേഷൻ ശരിയാകുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമായിട്ട് ഞാൻ കാണാം. ഐസക് സാർ എപ്പോഴും ഒരു സാറിന്റെ മൈൻഡ് റീഡ് ചെയ്യാൻ ഞങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞായിരുന്നു. അതിന് പ്രത്യേക മാർക്ക് വേണം അല്ലേ? അതിന് പ്രത്യേക മാർക്ക് ഉണ്ട്. ഗ്രൂപ്പ് മൈൻഡ് റീഡ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഞാനത് വിചാരിക്കുകയും ചെയ്തു അപ്പൊ തന്നെ. ഞാനും വിചാരിച്ചു. ഞാൻ ഈ പാട്ട് നിങ്ങൾ ഇത് പരാമർശിച്ചപ്പോ ഞാനും വിചാരിച്ചു അത് പറഞ്ഞിട്ടുണ്ടാവും. ഇത് മൈൻഡ് റീഡിംഗ് ആണ്. നമുക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. പറഞ്ഞിട്ടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഒരേ മനസ്സുള്ളവർ ഒരുമിച്ച് വരുന്നു. ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു പിന്നെ അപ്പൊ തന്നെ നമുക്ക് ഉപകാരമാണല്ലോ. വരുന്നൊന്നും അറിയില്ല. പെട്ടെന്നാണ് കാർത്തികജി പറഞ്ഞത്. എന്നോട് തന്നെ ടീച്ചർ പറഞ്ഞതാ 2 സംഭാഷണം പറയാൻ വേണ്ടി. കാർത്തികജി വളരെ കൂളായിട്ടാണ് പറഞ്ഞത്. ഇന്നലെ കാർത്തികജിയോട് പറഞ്ഞിട്ടായിരുന്നു. എന്നോടാണ് 2 സംഭാഷണവും കാർത്തികജി വരുമോ അറിയില്ല, വരാൻ അസൗകര്യം ഉള്ളതുകൊണ്ട് എന്നോട് 2 സംഭാഷണം ആക്കിയിട്ട് പറയാൻ വേണ്ടി ഞാനതൊക്കെ തയ്യാറായിരുന്നു. അപ്പോഴും പെട്ടെന്ന് കാർത്തികജി
ഒറിജിനൽ കാർത്തികാജി പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് ആരൊക്കെയാണെന്ന് അറിയാതിരിക്കാനൊക്കെ അങ്ങനെ പലതും വെക്കൂനിഷ്ട് വിചാരിച്ചിരുന്നു. അപ്പൊ എന്റെ ഒറിജിനൽ കാർത്തികാജി പ്രത്യക്ഷപ്പെട്ടു. ഞാനും അന്തം വിട്ടു കേട്ടോ. മേസൻ സാറുടെ പെർഫോമൻസ് കാണിച്ചു തരാം നമ്മള്. ആരുടെയാ? മേസൻ സാറുടെ വ്യാസൻ സാറിന്റെ കാർത്തികാജി ഞങ്ങൾ മേസൻ സാറുടെ കഥാവിരുദ്ധ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചല്ലേ? അതെ. അത് എന്ത് പറ്റില്ല, ഞാന് ഇന്നലെ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് മറന്ന. പിന്നെ ഗൗസ് ആണ്. ഓക്കെ, ഞാൻ അടുത്ത തവണ എന്തായാലും വരാം. ഗൗസ് ആണ് വിഷ്വൽസിന്റെ ഒക്കെ സെലക്ഷനും എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സജീഷ് സാറ് നമ്മളെ ഹെൽപ്പ് ചെയ്തു ഇതൊക്കെ പ്രസന്റ് ചെയ്യാൻ. ബൈജപ്പം സാറ് എല്ലാവരും എന്താ ഫീഡ്ബാക്ക് വേണ്ടേ? ഫീഡ്ബാക്ക് വേണം. ശരി, ഞാൻ തന്നെ തുടങ്ങാം. നമ്മൾ ആർട്സ് ഡേ ഇത്ര ഭംഗിയായിട്ട് സമയം നമുക്ക് എല്ലാവർക്കും അറിയാം, വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് മോർണിംഗ് ടൈം. അപ്പൊ അതിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള മനോഹരമായ കണ്ടന്റുകൾ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ആർട്സ് ഡേ യഥാർത്ഥത്തിലുള്ള റീഡ് ബസ്റ്റിന്റെ ലക്ഷ്യങ്ങൾക്ക് സാക്ഷാത്കരിക്കുന്ന ഡേ ആയിട്ട് മാറ്റാൻ കഴിയും. അങ്ങനെ സൂപ്പർബായിട്ടാണ് തേർഡ് ഗ്രൂപ്പ് ഇത് നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തതെന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഗീത പങ്കജ് ടീച്ചറോടും ടീം, അതിന് പിന്നിൽ എത്ര പേര് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് ഇതിന്റെ എല്ലാത്തിന്റെയും കോർഡിനേഷൻ ഉള്ളത് ലിസി ടീച്ചറാണ്. ലിസി ടീച്ചർ ഒരുപാട് എഫേർട്ട് ഇതിന്റെ പിന്നിൽ എടുത്തിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരികെ പോകുന്നു. 5 പോയിന്റ്സ്. എപ്പോഴും നമ്മൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും ചെറുപ്പകാലത്ത് ഗീത ലക്ഷ്മി മാമിന്റെ ഒക്കെ ടീനേജ് കാലത്ത് എന്തായിരുന്നു താരങ്ങൾ, എങ്ങനെയായിരുന്നു ജീവിതത്തിലെ ആർട്സിന്റെ പ്രാധാന്യം, കലയും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു. ക്യാപ്റ്റൻ വന്നതോടുകൂടി അതിനെ കുറച്ചുകൂടി ഉണർവാക്കി. ആരും പേടിക്കണ്ട, ക്യാപ്റ്റൻ വന്നതോടുകൂടി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചു അതോടുകൂടി തീർന്നെന്നാണ്. തീരുകയല്ല ചെയ്തത്, കൂടുതൽ ഉണർവാക്കി. ഇതൊരു മോഡലാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയും, നമുക്ക് ഭാവനാശേഷി കൂടും, നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് കഴിയും, നമ്മുടെ ആയുർദൈർഘ്യം കൂടും, മറ്റുള്ളവരെ അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ സഹാനുഭൂതിയോടെ ആയിരിക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും. നമുക്ക് ആളുകളെ ഇങ്ങനെ കൂടെ ചേർത്ത് കൊണ്ടുപോകാനും കഴിയും. അതാണ് ഇന്ന് റീഡ് ബസ്റ്റിന്റെ തേർഡ് ഗ്രൂപ്പ് ചെയ്തത്. പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇതൊരു സൂപ്പർ ഇനിഷ്യേറ്റീവ്. ഇതിനകത്ത് പിന്നിലെല്ലാം നമ്മുടെ സഹോദരിമാരാണ്. മോഹനേട്ടൻ നമ്മുടെ ഗ്രൂപ്പിലുള്ളതാണ്. മോഹനേട്ടൻ, കോവിൽ സാർ, ഇവർക്കൊന്നും രംഗത്ത് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. മോഹനേട്ടൻ 2 വാക്ക് പറയണമെന്ന് ആഗ്രഹം. ടീച്ചറെ ആദ്യം ക്ഷമ ചോദിക്കുന്നു. കാരണം ടീച്ചറുടെ ഇത്രയും ഉത്സാഹത്തിൽ എനിക്ക് പങ്കുചേരാൻ പറ്റിയിട്ടാണ്. അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്ഷമിക്കും വിചാരിക്കുന്നത്. അപ്പം അല്ല, വേറിട്ട വഴിയിലെ കൂടെ ഗംഭീരാക്കിയ പരിപാടി. നുറുങ്ങ് കാര്യങ്ങളൊക്കെ മനസ്സിന് നല്ലോണം ഇതില് എല്ലാവരും നന്നായി. ഗീത പങ്ക ടീച്ചറായാലും പിന്നെ ഇന്ദു ടീച്ചറായാലും ഗീതാജി ആയാലും അതിൽ എടുത്ത് ഒരു ചെറിയൊരു വാക്കെന്ന് വെച്ചാൽ നമ്മൾ കാർത്തികാജി ഒന്നോ രണ്ടോ വാക്കുകളേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് ഗംഭീരാക്കി. ചില കഥാപാത്രങ്ങൾ അങ്ങനെയാണ്, സിനിമയിൽ വന്നിട്ട് അങ്ങനെ ഒന്ന് പോകുമ്പോൾ തന്നെ അതിന്റെ ഒരു സ്പാർക്ക് ഉണ്ടാവും. ഇതില് 1 മിനിറ്റും കൂടെ അധികം എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത്, ഈ നിലമ്പൂരിലെ നമ്മളെ പ്രോഗ്രാം എന്നെ നല്ലോണം സ്വാധീനിച്ച ഒരു ദിവസമാണ് കേട്ടോ ജീവിതത്തില്. കാരണം എൻ്റെ ഒരു മരവിച്ചു പോയ മനസ്സാണ്. കല തൊട്ടടുത്ത് വായനശാലയിലും സ്കൂളിലും ഉണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. എവിടെയോ എനിക്കത് മിസ്സായി പോയി ജീവിതത്തിൽ. അപ്പൊ ആ നിലമ്പൂർ യാത്രയിൽ ഈ പ്രത്യേകിച്ച് ഗ്രൂപ്പ് 3ന്റെ ആ ഒരു പ്രകടനം എന്നെ നല്ലോണം സോമൻജീന്റെ കഥയും ഒരു ഭാഗത്ത് സോമൻജീന്റെ കഥ, മറുഭാഗത്ത് വെച്ചാൽ അതിലേറെ ഗംഭീരായ ഒരു കലാപ്രകടനമായിരുന്നു ഈ കാർത്തികാജീന്റെ ചിരി. എന്റെ അടുത്ത് വന്നിട്ട് ഒരു തരം തല കുലുക്കിയുള്ള ചിരിയാണ്. പൊട്ടി ചിരിക്കുകയെന്ന് കാർത്തികാജി, പക്ഷെ നിശബ്ദമായിരുന്നു. ശബ്ദത്തിന്റെ തരി പോലും പുറത്തേക്ക് വന്നിട്ടില്ല. ഇത് എന്റെ ഹൃദയത്തിനെ വല്ലാതെ ആഹ്ലാദിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പൊ കലയുടെ ആ പ്രസക്തി അത് ഏത് നിമിഷത്തിലാണ് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് അതൊരു വലിയ അത്ഭുതകരമായിട്ട് തന്നെ തോന്നി. കൈമോശം വന്നതാണ്
തിരിച്ചു കിട്ടിയത് അന്നത്തെ ആ അനുഭവത്തിൽ. അപ്പൊ ഇതുമാതിരി ആർട്സ് ഡേ നമ്മളൊക്കെ മാറി നിൽക്കുമ്പോഴും ഇതിന്റെ ആരാധകർ പുറത്തുണ്ട് എന്നുള്ള ബോധത്തിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത് വലിയ സന്തോഷമാണ്. ബൈജുപാം സാർ പറഞ്ഞതുമാതിരി ഒരു വലിയ സംഭവം തന്നെയാണ് വിബസ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന ഇത് ഓരോ സ്ഫോടന ശേഷിയുള്ള ഒരു കലയുടെ ഈ ദിവസത്തിന് സന്തോഷത്തോടെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു. ഗ്രൂപ്പ് 3യുടെ പ്രസന്റേഷൻ എടുത്തു പറയേണ്ടത് ശരിക്കും ഒരു കോർഡിനേഷൻ തന്നെയാണ് സാർ. ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാതെ എന്താ ഈ മാലിയിൽ മുത്തുകോർത്തിട്ട വരി നേരത്തെ പറഞ്ഞൂടെ, അതുപോലെയാണ്. ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാതെ 1, 2, 3 പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള ടീമൊക്കെ ഹോംവർക്ക് ഇതിൽ വൃത്തിയായിട്ട് മനസ്സിലാവുന്നുണ്ട്. സാറിവിടെ പറഞ്ഞു കൂടുതൽ മീറ്റിംഗും കാര്യങ്ങളും സമയം എടുക്കരുതെന്ന്. പക്ഷേ ടീച്ചർ അത് എടുത്തുകൊണ്ടാണ് അത് ഇത്രയും ഗംഭീരമാക്കാൻ പറ്റിയത് അവർക്ക്. അത് തീർച്ചയായിട്ടും അവരുടെ എഫർട്ടിന് വളരെ അഭിനന്ദനാർഹമാണ്. അത് സമ്മതിച്ചേ പറ്റുള്ളൂ. ഗംഭീരമായിരുന്നു പരിപാടി. പിന്നെ നമ്മുടെ ഈ എല്ലാം ഒരു സംഗീതത്തിലേക്ക് മാത്രം പോകാതെ കുറച്ചും കൂടി മിസ്റ്ററും കൂടി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗംഭീരമായേനെ എന്നൊരു അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും എനിവേ ഗംഭീരമായിരുന്നു പ്രസന്റേഷൻ. പിന്നെ വേറൊരു അഭിപ്രായം പറയാനുള്ളത്, സാർ ഇവിടെ പറഞ്ഞു സംഗീതം നമ്മുടെ സംഘർഷവും ഉത്കണ്ഠയൊക്കെ കമ്മിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മുടെ ലിസി ടീച്ചർക്ക് ഇത്തിരി സംഘർഷം കൂടിയതായിട്ടാണ് കണ്ടത്. സാധാരണ ചെറിയൊരു പാത്രത്തിലാണ് വെള്ളം കൊണ്ട് വെക്കാറ്. 2 വലിയ പാത്രത്തിൽ വെച്ചിട്ട് 2 ബോട്ടിൽ കഴിച്ചിട്ട് ടീച്ചർക്ക് അല്ല, അത് ഞാൻ ഇടയിൽ കുടിക്കാറുള്ളതാണ്. അത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അത് വെള്ളം കുടിക്കുന്നത് പരവേശമായിട്ടായിരിക്കും, ടെൻഷനായിട്ടായിരിക്കും സോമൻജി പണ്ടേ വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ല, സർഗാത്മകത പുറത്തു വരാൻ വേണ്ടി കൂടിയാണ്. അതെ. അതുപോലെ ഇന്ദു ടീച്ചറുടെ പ്രസൻസ് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ദു ടീച്ചറുടെ കോർഡിനേഷൻ ഗ്രേറ്റ്. ആർട്സ് ഇന്ന് ആദ്യം പ്ലാറ്റ്ഫോമിൽ വന്ന ആളാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞാൽ ഇന്ദു ടീച്ചറാണ് വന്നത്. ഇന്ദു ടീച്ചറും പ്രിയ ടീച്ചറും. താങ്ക് യു. സന്തോഷ് കോവിൽ സാറിന് എന്താ പറയാനുള്ളത്? സാറേ, ഈ നമ്മളെ ഇന്നത്തെ ഈ പ്രോഗ്രാമില്ല നമ്മളെ ടീച്ചറമ്മമാരാണ് എല്ലാം മുൻകൈ എടുത്ത് തീരുമാനിച്ചത്. ഞാനും മോഹനേട്ടനും ഒരു ഭാഗമാക്കാണ്ടതായിരുന്നു. മോഹനേട്ടനും ഞാനും കുറച്ച് തിരക്കായത് കൊണ്ട് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല. വളരെ വിഷമം തോന്നിട്ടു. എന്തായാലും ഞാനൊരു സ്പോർട്സുകാരനായിരുന്നു. ഗെയിംസും സ്പോർട്സുമായിട്ട് പോകുന്ന ആളായതുകൊണ്ട് ഈ കളിയിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയതേയില്ല. മോഹനേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. പക്ഷെ ഈ VBSൽ വന്നതോടുകൂടി കലാഭാഗത്തേക്ക് എനിക്കൊരു ചിന്ത വന്നിട്ടുണ്ട്. പാടാനും കലാകാരന്മാരോടൊന്നും എനിക്ക് അറിയില്ലെങ്കിലും നല്ല ഈ കലാകാരോടുകൂടി ഒരു നല്ല സ്നേഹം തോന്നിയിട്ടുണ്ട്. അതിന് ഏറെ സഹായിച്ചത് നമ്മളെ ഉണ്ണേട്ടനാണ്. ഉണ്ണേട്ടനാണ് എന്നെ ഈ VBSലേക്ക് എത്തിച്ചത്. അതിന് എല്ലാവരോടും VBSലെ എല്ലാവരോടും പ്രത്യേകിച്ച് ലിസി ടീച്ചറോടും ഇന്ദു ടീച്ചറോടും നന്ദി പറയുന്നു. താങ്ക് യു സർ. വ്യാസനും ഗൗസും ഇതില് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർക്ക് ഇത്തിരി തിരക്കായിട്ടാണ് എല്ലാവരും. ജോസ് കുര്യൻ സാർ എന്തോ പറയുന്നുണ്ട്. ശേഷം കാർത്തികേജിലേക്ക് വരാം കേട്ടോ. കാർത്തികേജി സമയം അല്പം കൂടുതൽ എടുത്താലും പുതിയ ബാച്ചിന്റെ ഫീഡ്ബാക്ക് കൂടി ഉണ്ടാകണമെന്നാണ് എന്റെ ഒരു റിക്വസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, കാർത്തികേജി എന്തെങ്കിലും പറയാനാണോ? ഒരു മിനിറ്റ്. അല്ല, കാർത്തികേജി കുറച്ചേരെ അഡ്രൈസ് ചെയ്യണം. ഒന്ന് നോക്കട്ടെ. ഓക്കെ, പ്ലീസ് സാർ. കാർത്തികേജി. ഓക്കെ, സരി സാർ, പ്ലീസ്. സന്തോഷ് കോവിൽ സാറിനോട് പറയണം, പാടാൻ ആഗ്രഹമുള്ളവരൊക്കെ വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് വരിക. 1 മണിക്കൂർ നേരം കൊണ്ട് സാറ് പഠിപ്പിച്ചിട്ട് വരും. അതെ, താങ്ക് യു. ഓക്കെ, കാർത്തികേജി. അതെ, കാർത്തികേജി അൺമ്യൂട്ടാണ്. അല്ല, ശരി. തോക്കി പുതിയ ഈ ബാച്ചിൽ ആദ്യമായിട്ട് വന്ന അല്ലെങ്കിൽ ആർട്സ് ഡേ ആദ്യമായിട്ട് VBSന്റെ ആർട്സ് ഡേ കൂടുന്ന ഒരാൾ ആരാ? ലൂയിസ് സർ ഹാൻഡ് റൈസ്. താങ്ക് യു. ഓക്കെ, എന്താ പറയുന്നത് അറിയാൻ വളരെ സന്തോഷമുണ്ട്. മൊത്തമായിട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ബൈബിളൊരു കോട്ട് ഉണ്ടല്ലോ, അതായത് പ്രായമുള്ളവർക്ക് വിഷൻസ് ഉണ്ടാവുന്നു, ഡ്രീംസ് ഉണ്ടാവുന്നു. നമുക്കിവിടെ നോക്കുമ്പോ ജോസ് കുര്യൻ സാറ്, മോഹൻ സാറ്, നായർ സാറ്, ജോയ് ജോൺ സാറ്, പീതക്കുഞ്ഞ്, അങ്ങനെ എല്ലാവരും തന്നെ ഇവിടെ വന്നിട്ട് ചെറുപ്പക്കാരും ഞാൻ തന്നെ കാണുന്നില്ല. പക്ഷെ വിഷൻ ഇത്ര ഹാപ്പി ആയിട്ടുള്ളൊരു ഇങ്ങനെ ഒരു ടീം, അത് സാറ് പറഞ്ഞ 5 പ്രോഗ്രാം പരിപാടി, അതായത് നമുക്ക് പിരിമുറുക്കം മാറുന്നു, ഭാവന ഉണ്ടാവുന്നു, സഹാനുഭൂതി, വികാരം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, ബ്രിങ് ടുഗദർ. അത് ടീം വർക്കാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. ടീം ടുഗദർ എവറി വൺ അച്ചീവ് മോർ.
കൂടുതൽ നേടാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയൊരു ടീമായിട്ട് ബി ബെസ്റ്റിനെ ഞാൻ കാണുന്നു. പ്രോഗ്രാം എല്ലാം അടിപൊളി, എല്ലാവരും മൊത്തം നല്ല ചിരിയുണ്ട്. താങ്ക് യു. യാ, സൂപ്പർ ഫീഡ്ബാക്ക്. നെക്സ്റ്റ് രണ്ടുപേരും കൂടി, ഒരാൾ കൂടി, ഫീമെയിൽ വോയിസ്. ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ. അതെന്താ ഹാൻഡ് റൈസ് ചെയ്തത്? ഒന്നില്ല സാറേ, എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ 9 മണിയായിട്ട് അവിടെ എത്തിയത്. അപ്പൊ ഭയങ്കര നല്ല വിഷമായി. കാരണം ലിസി ടീച്ചറും ഗീത ടീച്ചറും ഇന്ദു ടീച്ചറും ഒക്കെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടല്ലേ ചെയ്യണേ. നമുക്ക് കൂടെ നിൽക്കാൻ പറ്റാത്ത ഭയങ്കര സങ്കടം. ലിസി ടീച്ചർ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, മോഹനേട്ടൻ എന്താ പറയണേ വെച്ചാൽ അതിന് മറുപടി കൊടുക്കാൻ എന്നോട് പറഞ്ഞേ. പിന്നെ സാഹചര്യം കിട്ടിയപ്പോ അങ്ങോട്ട് പറഞ്ഞെന്ന് മാത്രം. ടീച്ചറെ എല്ലാവരോടും ഭയങ്കര നന്ദി. നമ്മൾ ശരിക്കും അത്ര എഫേർട്ട് എടുത്തില്ല പറയുകയാണേ. അപ്പൊ ലിസി ടീച്ചർ കുറേ ദിവസമായിട്ട് കഷ്ടപ്പെടുക അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരുപാട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. 4 ആഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും വരും. അപ്പോൾ 1 മാസം കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ ആ പോരായ്മയൊക്കെ തീർത്ത് വരും എന്ന് കരുതുന്നു. വേറെ ഓക്കെ, ഒരു കാര്യം കൂടി പറയട്ടെ സാറേ. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസങ്ങളെ യാത്രകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഒരു മീറ്റിംഗിലും ഞാനും പങ്കെടുത്തിട്ടുണ്ടായില്ല. ലിസി ടീച്ചർ എനിക്ക് മെസ്സേജ് ഇടുകയാണ് ചെയ്തത്, ഇന്ന ഇത് ചെയ്യണമെന്ന്. അപ്പോ ഞങ്ങളും അതുപോലെ പുരുഷ കേസരികളുടെ വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ വരായിരുന്നപ്പോ ഇതിന് നേതൃത്വം കൊടുത്തവർ അനുഭവിച്ച, സഹോദരിമാർ അനുഭവിച്ച വലിയൊരു ടെൻഷൻ ഉണ്ട് തീർച്ചയായിട്ടും. എന്നിട്ടും അതിനെ വളരെ ഗംഭീരമാക്കിയ പ്രിയപ്പെട്ട ലിസ് ടീച്ചർ, ഗീത പങ്കജ് ടീച്ചർ, ഇന്ദു ടീച്ചർ, ഇവരൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മീറ്റിംഗിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും അതുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കുകയാണ് ഞങ്ങള്. കാരണം തുടക്കത്തിൽ സഹകരിക്കാൻ പറ്റാത്തത്. എങ്കിലും പരിപാടി ഗംഭീരമാക്കി. ഓക്കെ, ഇത് മറ്റു മറ്റു ലീഡേഴ്സിന് ടെൻഷനുണ്ട് ഇതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യും. ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. പരിധുകുഞ്ഞ് സാർ മീറ്റിംഗിൽ വന്നില്ലെങ്കിൽ പോലും നന്ദി പറയണമെന്നൊരു മെസ്സേജ് ഇട്ടു ലിസി ടീച്ചർ. റൈറ്റ്, ശരിയല്ലേ? അങ്ങനെ പരിധുകുഞ്ഞ് സാറിനെ പങ്കെടുപ്പിക്കാൻ പറ്റി. ഇതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. അപ്പൊ ഇതുപോലെ ആരും ടെൻഷൻ അടിക്കണ്ട. പുതിയ 2 ഗ്രൂപ്പുകൾ 3 ഗ്രൂപ്പുകാരും വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മീറ്റിംഗ് വെച്ചാൽ ആരും വരുമെന്ന് നിങ്ങൾ ഉറപ്പിക്കരുത്. ഉള്ളവർ കോർഡിനേറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് കൊടുക്കുക. റൈറ്റ്. ദാ വ്യാസൻ സാർ എന്തോ പരാതിയല്ല, വിഷമം പറയണ്ട. അല്ല, ഒരു ലേണിംഗ് പറയാൻ വേണ്ടിട്ടാണ്. ഗൗസ് ആണ് ഈ ഇതിലെ വിഷ്വൽസ് എല്ലാം ശരിയാക്കി എന്റെ കോൺട്രിബ്യൂഷൻ വെച്ചാൽ W ടൈമാ. ഞാൻ എല്ലാം ഗൗസിനെ ഏൽപ്പിച്ചു. ഓക്കെ, അത് പറയാൻ വേണ്ടിട്ടാ. താങ്ക് യു സാർ, താങ്ക് യു. എന്ത് ഓക്കെ, ഗൗസ് എവിടെ? GK. ഓക്കെ, പ്രിയപ്പെട്ടവരെ, എനിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ലിസി ടീച്ചർ ആ കറക്റ്റ് സമയത്ത് ടീച്ചർ ഇത് ചെയ്താൽ മതി. അതിന്റെ സന്തോഷം ഇവിടെ അറിയിക്കുകയാണ്. ടീച്ചറും ഗീത പങ്കജ് ടീച്ചറും എല്ലാവരും ഇന്ദു ടീച്ചറും ഒക്കെ എടുത്ത എഫേർട്ടിന് എന്താ പറയാ, മീറ്റിംഗിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ്, ഏറ്റവും കൂടുതൽ ഇതിനെ അനുഭവിച്ചറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും ലിജി ടീച്ചറാണ്. ടീച്ചർ കിട്ടുന്ന ഒരു ലൈവ് വീഡിയോ എന്ത് കാണാം. സ്നേഹമുള്ള ആളുകൾ പാടുകയും കഥകൾ പറയുകയും പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും സ്നേഹത്തോടെ ഒരാശ്വാസമായി ഉള്ളിലേക്ക് വരുന്നത് ലിജി ടീച്ചർക്കാണ്. ലിജി ടീച്ചർ, ഒത്തിരി സന്തോഷം. എല്ലാരെയും കൂടെ എന്ത് സുന്ദരന്മാരാ, നല്ല പ്രോഗ്രാം ആയിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ച് അവതരണം വളരെ ഭംഗിയായിരുന്നു. ഒത്തിരി ആശ്വാസം കിട്ടി. നന്ദി. ഞാൻ ഡിസ്ചാർജ് എല്ലാവരും പ്രാർത്ഥിക്കുന്ന കാലത്ത് നീരൊക്കെ മാറിയിട്ടുണ്ട്. കാലിങ്ങനെ ക്ലാസ് പോയി. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ടീച്ചർ ഡിസ്ചാർജ് ആണെന്ന് തിരിച്ചു വീട്ടിലേക്ക്. അപ്പൊ പിന്നെ കൂടുതൽ സന്തോഷമുള്ള ദിവസം കൂടി ആക്കി മാറ്റി. ഇന്നത്തെ പ്രഭാതം കൂടുതൽ ധന്യമായി. അറിയാലോ, നമ്മള് ഇതുപോലെയാണ് ആശ്വാസം കണ്ടെത്തേണ്ടത്. നല്ല പെയിൻ ഉണ്ട്. അത് ടീച്ചറുടെ സംസാരം കേട്ടറിയാം. ഇടയ്ക്ക് ഞാനിങ്ങനെ വോയിസ് കേൾക്കും, സംസാരം കേൾക്കും. അപ്പൊ അതറിയും. അതുകൊണ്ട് ഇപ്പൊ അത് ആശ്വാസമായി നമ്മൾ മാറുന്നു എന്നുള്ളത്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. താങ്ക് യു. ആരാണ് ഫീമെയിൽ? പുതിയ ഒരാളുടെ അഭിപ്രായം കൂടി കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, അവസാനം എനിക്ക് സമയം തരണേ.
അന്ന് സാർ പറഞ്ഞോളൂ, സംസാരിച്ചോളാം. അല്ല ഞാൻ ഒരാളെ അല്ല സെലക്ട് മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു. അതുകൂടി വരണം. ഓക്കെ, മുബഷിർ രാജി, എന്താണ് ഇന്ന് ആർട്സ് ഡേയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ക്ലാരിറ്റി കോച്ചാണ്, ലൈഫ് ക്ലാരിറ്റി കോച്ചാണ്. അപ്പൊ ലൈഫ് ക്ലാരിറ്റിയിൽ ഈ ആർട്സ് ഡേ എങ്ങനെ പ്രയോജനം ചെയ്യുന്നു എന്ന് പറയും. ഗീത മാം എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഗീത ലക്ഷ്മി മാം ആണോ? ഗീത സുബാബു മാം. സുബാബു, ഓക്കെ പറയൂ. ദി ബെസ്റ്റ് എന്ന പേര് അനർത്ഥമാക്കുന്ന പ്രോഗ്രാം ആയിരുന്നു സാറേ ഇന്നത്തെ പ്രോഗ്രാം. അത് നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്ത ലിസി ടീച്ചറിന് ആദ്യം തന്നെ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പിന്നെ ഒരു മാലയിലെ മുത്തുകൾ പോലെ അതിനോട് ചേർന്ന് നിന്ന് എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. Wow, super. Thank you. Great. Thank you. ആരാണ് 17th batch? ഒരാൾ കൂടി. യുബി മിസ്സേ പോറായോ? അല്ല ഇന്ന് ഓക്കെ. ഡോക്ടർ തോംസന്റെ അഭിപ്രായം പറഞ്ഞിട്ട് ജോസ്കുൻ സാറിലേക്ക് വന്ന് ക്ലോസ് ചെയ്യാം. താങ്ക് യു. യെസ് ഡോക്ടർ മൈക്ക് മ്യൂട്ട്. ഓക്കെ. നല്ല ഗംഭീര പരിപാടിയായിരുന്നു സാർ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ആർട്സ് ഡേ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ആർട്സ് ഡേ ഇനി കോമ്പറ്റീഷൻ പോലെ ആയിരിക്കോ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ടീം നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തു. നെന്മാറയിലേക്ക് മാലപ്പടക്കം പൊട്ടിക്കണ പോലെ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് വെടിക്കെട്ട് പോലെ ആക്കി. എന്തായാലും നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ ഈ വരും ടീമുകൾ ഇതിലും ഗംഭീരമായിട്ട് വരുന്നു പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിൽ കോർഡിനേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു, സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ജോസ്കുൻ സാർ. ഏവർക്കും നമസ്കാരം. ഇത് എന്റെ ഒരു റിക്വസ്റ്റ്, ഇതൊന്ന് റെക്കോർഡ് എല്ലാവർക്കും ഇട്ടുകൊടുക്കുകയും ആ റെക്കോർഡ് കഴിയുന്നത്ര ആളുകളെ കേൾപ്പിക്കുകയും കാണിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എന്റെ റിക്വസ്റ്റ്. അങ്ങനെ വരുമ്പോഴാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് കുടുംബാംഗങ്ങൾക്ക് ബോധ്യം വരിക. ആ ബോധ്യം വരുമ്പോ 1 അല്ല 9 ദിവസം വേണ്ടി ഇതിന് അധ്വാനിച്ചാലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ, കുറ്റപ്പെടുത്തുകയില്ല. അവരെ സഹായിക്കാൻ വേണ്ടി തങ്ങളുടേതായ ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധ്യത്തിലേക്ക് കുടുംബാംഗങ്ങൾ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണെങ്കിലും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മഹത്തായ ആശയം പ്രകടിപ്പിക്കുന്ന അനുഭവങ്ങൾ നമുക്കേറെയുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ചെറിയ കവിത, ചട്ടി കലങ്ങളും കൂടെ പകുത്തുപോൽ എന്ന് പറഞ്ഞാൽ ചട്ടിയും കലവും പങ്കിടണമെങ്കിൽ അവിടുത്തെ വഴക്ക് എത്ര ഗംഭീരമായിരുന്നിരിക്കണം. അതുപോലെയാണ് നമ്മുടെ പ്രകൃതിയെ വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വളരെ മനോഹരമായി അനാവരണം ചെയ്തത്. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവിടെ സൂര്യൻ കടലിലെ വെള്ളത്തെ വറ്റിക്കുകയും അത് കാർമേഘമായി മാറി മഴയായി മാറുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളതും അത് വിരിയുന്നതിന്റെ എല്ലാം ആശയങ്ങൾ അതിഗംഭീരമാക്കി അവതരിപ്പിച്ച അതിന് അതിന്റെ പിന്നിലുള്ള അധ്വാനത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ടീം 3, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഇത് മറ്റുള്ളവർക്ക് കൂടുതൽ പ്രചോദനം നൽകും. ഏതാണെങ്കിലും കൂടുതൽ ഉയരങ്ങളിലെത്താൻ നമുക്ക് കഴിയട്ടെ. നിങ്ങളുടെ മഹത്തായ ഈ ആശയങ്ങൾക്കും ഈ അധ്വാനത്തിനും അങ്ങേറ്റം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ ഡേ. ജോസഫ് ജോൺ സർ, കൺക്ലൂഡ്. ജോസഫ് ജോൺ സർ. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവരുടെയും പേരിൽ ഗ്രൂപ്പ് 3 ഹൃദയബന്ധുക്കൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ മറ്റൊരു പൂമാല ഞങ്ങൾ അങ്ങോട്ട് ചാർത്തുകയാണ്. നന്ദിയുടെ പൂമാല ചാർത്തുകയാണ്. അത്ര മനോഹരമായിട്ട് അണിയിച്ചൊരുക്കിയ പരിപാടിയായിരുന്നു. അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ധാരാളം പേരുണ്ട്. സ്പെഷ്യൽ മെൻഷൻ ഞാൻ ഗൗസിന് കൊടുക്കുകയാണ്. കാരണം ഒരു പുതിയ അംഗം വളരെ മനോഹരമായിട്ട് ആ വിഷ്വൽസ് ചിട്ടപ്പെടുത്തി. താങ്ക് യു ഗൗസ്. അപ്പോൾ കലയാണ് ലഹരി. ഇപ്പോൾ ഇന്ന് ഒരു ലഹരി കഴിച്ചതിൻ്റെ ഒരു ഉന്മാദത്തിലാണ് എല്ലാവരും എന്ന് എനിക്കറിയാം. അപ്പോൾ കലയെ നമ്മുടെ ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാം. മറ്റു ലഹരികളൊക്കെ ഉപേക്ഷിക്കാൻ ഇന്നൊരു തീരുമാനം എടുക്കുക. ഇൻ കേസ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. എന്നിട്ട് നമുക്കിതിനെ ചേർത്ത് പിടിക്കാം എന്ന് മാത്രം പറയുക. ഇനി നമുക്ക് അടുത്ത ശനിയാഴ്ച ആർക്കാണ് അവസരം എന്ന് കൂടി പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് പോട്ടെ. വാട്ട് അബൌട്ട് ഫോർത്ത് ഗ്രൂപ്പ്?